നോമ്പും ഖുർആനും അതിന്റെ ആളുകൾക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ ശുപാർശകരായി കടന്നു വരും. നോമ്പ് പറയുന്നു ഞാൻ കാരണമാണ് അവൻ പട്ടിണി കിടന്നത്, ഭക്ഷണം ഒഴിവാക്കിയത്, വെള്ളം ഒഴിവാക്കിയത്. ഖുർആൻ എന്താ പറയാന്നറിയോ? യാ റബ്ബ്, അല്ല റബ്ബേ, മനഅതുഹു നൗമ ബില്ലൈൽ, ഞാൻ കാരണമാണ് എത്രയോ രാത്രി അവൻ ഉറക്കമൊഴിച്ചത്. ഫശഫിഇനി ഫീഹി, എന്റെ വിഷയത്തിൽ ഞാൻ ഈ പറയുന്ന ശുപാർശ സ്വീകരിക്കണം അല്ലാഹ്. ഫയുശഫഅനി, അവരുടെ രണ്ടുപേരുടെയും ശുപാർശ സ്വീകരിക്കുന്നതാണ്. അങ്ങനെ നമ്മളോട് വന്ന് പറയാൻ പറ്റുന്ന വല്ല വകുപ്പുണ്ടോ? എനിക്ക് വേണ്ടി ഒരുപാട് രാത്രി ഉറക്കമൊഴിച്ചിട്ടുണ്ട് എന്ന് നമ്മളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ മാറ്റുന്ന അവകാശത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? എന്താ നമുക്ക് താമസം? എന്തിനാണ് നമ്മൾ ഇങ്ങനെ പിറകോട്ട് മാറി നിൽക്കുന്നത്? വിശുദ്ധ ഖുർആനിന്റെ പാരായണ രംഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മഹത്തരമായ പ്രതിഫലങ്ങൾ ആരെയും ഇന്നത് ബോധ്യപ്പെടുത്തേണ്ടതില്ല. എന്നാൽ അതിനപ്പുറത്ത് വലിയ വൈജ്ഞാനികമായ വിസ്ഫോടനം ഉണ്ടാക്കുന്നു. മനുഷ്യനെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അതിന്റെ വരികൾക്കിടയിലൂടെ ഓതിപ്പോകുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരായത്ത് ചിന്തിച്ച് നമ്മൾ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഇത്ര ആയത്ത് ഓതി കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു വിങ്ങിപ്പൊട്ടുന്ന ഒരു സ്പന്ദനം ഉണ്ടായിട്ടുണ്ടോ? ഒരു ഷോക്ക് വരുന്നുണ്ടോ? ഇല്ല. എന്തേ കാരണം? നമുക്കത് തിരിയുന്നില്ല, നമ്മളത് പഠിക്കാൻ സന്നദ്ധരാകുന്നില്ല. എന്തിനാ? ഖുർആൻ കിതാബുൻ, ഈ കിതാബ് അൻസൽനാഹു, നാം ഇറക്കി തന്നിരിക്കുന്നു, ഇലൈക, നിങ്ങളിലേക്ക്. എങ്ങനത്തെ ഗ്രന്ഥമാണ്? മുബാറക്കുൻ, ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. നമ്മളിങ്ങനെ ബർക്കത്ത് തെരഞ്ഞു നടക്കുകയാണ്. ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഏലസും ചിരടും തെരഞ്ഞു നടക്കുകയാണ്. ബർക്കത്ത് കിട്ടാൻ വേണ്ടി മക്കാമുകൾ തേടി നടക്കുകയാണ്. അള്ളാന്റെ ഖുർആൻ പറയുന്നു, ഈ ഖുർആൻ നിങ്ങൾക്ക് ബർക്കത്തുള്ള ഗ്രന്ഥമാണ്. ഖുർആനാ പറയുന്നത്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ജോലിയിൽ, കുടുംബത്തിൽ, വരുമാനങ്ങളിൽ ബർക്കത്ത് വേണമെങ്കിൽ ഇതാ നല്ല ഒരു മരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഖുർആനിന്റെ എത്ര ആയത്തുകൾ നമ്മൾ ഓതാറുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ബർക്കത്ത് നിശ്ചയിക്കുക. അല്ലാതെ എവിടെങ്കിലും തകിട് കുഴിച്ചിട്ടുള്ളൊന്നും വീട്ടിൽ ബർക്കത്തുണ്ടാകുന്ന ആരും വിചാരിക്കണ്ട. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, അനുഗ്രഹീതമായ ആശീർവാദങ്ങൾ ലഭിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ. ഇനി എന്താ ചെയ്യേണ്ടത്? ലിയദ്ബറു ആയാതിഹി, അതിലുള്ള ആയാത്തുകൾ അവർ ഉറ്റാലോചിക്കണം, ചിന്തിക്കാൻ വേണ്ടിയാണ്. ഓതാൻ വേണ്ടി എന്നല്ല പറഞ്ഞു, അത് വേണം. എന്നാൽ ഓത്തിലും മാത്രം നിൽക്കരുത്. അതിൽ പറഞ്ഞ ആയത്തുകൾ നമ്മൾ നന്നായി ആലോചിക്കാൻ വേണ്ടിയാണ്. വലിയ സ്മരിക്കാൻ വേണ്ടിയാണ്. ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാരായ ആളുകൾ. സൂറത്ത് സ്വാദിന്റെ 29-ാമത്തെ ആയത്ത് വായിച്ചാൽ മതി. അപ്പൊ നന്നായി ചിന്തിക്കാനും ആലോചിക്കാനും മനസ്സിലാക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഈ ഖുർആൻ തന്നിരിക്കുന്നത്. ജനങ്ങൾക്ക് മാർഗദർശനം ലഭിക്കാൻ വെറും ഒരു പാരായണം കൊണ്ട് മാത്രം നടക്കൂല. അർത്ഥമറിയണം, ഹിഫ്ളാക്കണം, പരമാവധി ചിന്തിച്ചത് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മുൻഗാമികളായ ആളുകളൊക്കെ ഈ ഖുർആൻ ഓതുമ്പോൾ അവർ 2-3 കാര്യങ്ങൾ തെരഞ്ഞെടുക്കാറുണ്ട്. ഒന്ന്, വെറുതെ ഒരു പാരായണം നടത്താറുണ്ട്. ശരിയാണ്, വെറുതെ ഓതിയാ കൂലി കിട്ടും. ഒരക്ഷരത്തിന്റെ അർത്ഥം പോലും അറിയില്ലെങ്കിലും കൂലി കിട്ടും. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാന്റെ കിതാബ് പാരായണം ചെയ്യുന്നവർ നഷ്ടമില്ലാത്ത കച്ചവടത്തിലാണ്. മൻ ഖറഅ ഹർഫൻ, ആരെങ്കിലും ഒരക്ഷരം മോദിയാൽ, ഒരക്ഷരം ഉച്ചരിച്ചാൽ, മിൻ കിതാബില്ലാഹ്, അള്ളാന്റെ കിതാബ്. ഇന്ന് ലോകത്ത് ഒരു ഗ്രന്ഥം വായിച്ചാൽ കൂലി കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന, അക്ഷരത്തിന് പ്രതിഫലം തരാമെന്ന് പറയുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. അതാരെങ്കിലും ഒരക്ഷരം ഓതിയാൽ ഫലഹു ബിഹി ഹസന, അവനൊരു നന്മയുണ്ട്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ആ ഒരു നന്മ ചിലപ്പോ 10 ഇരട്ടിയോളം അത് കടന്നു പോകും. സഹോദര, ഖുർആനിൽ 114 സൂറത്തുണ്ട്. 114 സൂറത്തിൽ നമ്മൾ ഇരുന്ന് ഓതിക്കഴിഞ്ഞാൽ 6236 ആയത്ത് വരും. നിങ്ങൾ എങ്ങനെ കൂട്ടി നോക്കിയാൽ 6236 ആയത്ത് ഓതിക്കഴിഞ്ഞാൽ 3,23,000-ത്തിലധികം അക്ഷരങ്ങൾ നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് ഉരുവിട്ട് കഴിഞ്ഞു. നമ്മുടെ അക്കൗണ്ടിലേക്ക് ദിവസം 10,000 ഇങ്ങനെ ക്രെഡിറ്റ് ആവുകയാണെങ്കിൽ എന്ത് സന്തോഷം നമുക്ക്. നമ്മുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ കർമ്മരേഖാ പുസ്തകത്തിൽ 3,20,000-ത്തിലധികം വരുന്ന ആയത്തുകളുടെ, അക്ഷരങ്ങളുടെ പ്രതിഫലങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ വരണമെങ്കിൽ നോമ്പ് നോറ്റ് പട്ടിണി കിടന്ന് വെറുതെ ഇരുന്നത് കൊണ്ട് ഈ നന്മ കിട്ടൂല. ഖുർആൻ തുറന്നോതിയേ പറ്റൂ. അതാണ് വിശ്വാസികളോട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നന്നായി ഇത് പാരായണം ചെയ്യുക എന്നതാണ് ഒന്ന്. രണ്ടാമത്തേത്, നന്നായി ആലോചിച്ച് ചിന്തിച്ച് അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കലാണ്.
അതിനാണ് ആളുകൾക്ക് മടി, അതിനാണ് ആളുകൾക്ക് വലിയ പ്രയാസം പറയാറുള്ളത്. അതിനാണ് ഖുർആൻ അവരോട് ചോദിച്ചത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ എന്താ ഈ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കാത്തതെന്താ? അമ്മലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങളുടെ കൽബിനെന്താ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? എന്താ നിങ്ങൾ ഹൃദയം കൊണ്ട് തുറന്നു നോക്കിയിട്ട് ഇത് ഖുർആൻ ചിന്തിക്കാത്തത്? കരഞ്ഞു പോകും സുഹൃത്തുക്കളെ. ഖുർആനിലെ ചില പ്രയോഗങ്ങൾ, അതുകൊണ്ടാണ് ചില ഇമാമിങ്ങൾക്ക് ഖുർആൻ ഓതിയിട്ട് മുഴുവനാക്കാൻ പറ്റും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു നിസ്കാരം പൂർത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യം കരഞ്ഞു പോകുമായിരുന്നു. ഇന്നും ജീവിച്ചിരിക്കുന്നത് എത്രയോ ഇമാമിങ്ങളുടെ ഖുർആൻ പാരായണം കേട്ടു നോക്കൂ നിങ്ങൾ, അവർക്കത് പൂർത്തിയാക്കാൻ കഴിയാതെ അവർ വിങ്ങിപ്പൊട്ടുകയാണ്. എന്തത്ര ഉള്ളത്? നിങ്ങളുടെ കൽബിനെന്താ നിങ്ങൾ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? ആ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഖുർആൻ ഓതുന്ന രീതി പറഞ്ഞ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, കാന ഇദാ മറ ബിആയത്തിൻ ഖൗഫിൻ തഅബ്ബദ, ഖുർആനിൽ ഒരു ആയത്ത് നബി ഇങ്ങനെ ഓതുമ്പോൾ ഭയമുണ്ടാക്കുന്ന, ഭീതി ഉണ്ടാക്കുന്ന ഒരായത്താണെങ്കിൽ നബി തങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കും, അല്ലാഹുവേ എന്നെ രക്ഷപ്പെടുത്തണേ. നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ആയത്ത് ഓതുമ്പോൾ? ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വഇദാ മറ ബിആയത്തി റഹ്മത്തിൻ, ഏതെങ്കിലും റഹ്മത്തുമായി ബന്ധപ്പെട്ട അല്ലാഹുവിന്റെ കാരുണ്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആയത്ത് വന്നാൽ സഅൽ, അല്ലാഹുവേ എനിക്ക് റഹ്മത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വഇദാ മറ ബിആയത്തിൻ ഫീഹാ തൻസീഹുല്ലാഹ്, ഒരായത്ത് ഇങ്ങനെ ഓതുമ്പോൾ അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്ന വലിയ ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നബി തങ്ങൾ സബ്ബഹ സുബ്ഹാനല്ലാഹ് എന്ന് പറയാറുണ്ടായിരുന്നു. എന്താ നമ്മൾക്കറിയാത്തത്? എന്താ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാത്തത്? നമുക്ക് ഓതുന്ന ആയത്തുകളുടെ അർത്ഥം അറിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാണ്, ദുഃഖം മാറാൻ, പ്രയാസം മാറാനുള്ള ഒരു പ്രാർത്ഥന ഇങ്ങനെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വ ഇബ്നു അബ്ദിക എന്നൊക്കെ പറഞ്ഞൊരു പ്രാർത്ഥന, കുറച്ച് ദൈർഘ്യമേറിയ പ്രാർത്ഥനയാണ്, പഠിക്കണം. ദുഃഖം മാറാൻ, വിഷമം മാറാൻ, സങ്കടം മാറാൻ. കള്ളല്ല, ലഹരിയല്ല, കഞ്ചാവല്ല മരുന്ന്, ഇസ്ലാം പഠിപ്പിച്ചു തരാ. ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ കാണാം, അല്ലാഹുവേ അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി, അല്ലാഹ് ഈ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണം അല്ലാഹ്. പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹ് എൻ്റെ ഹൃദയത്തിന് ഈ ഖുർആനിന്റെ, എൻ്റെ ഹൃദയത്തിന്റെ വസന്തമായിട്ട് ഖുർആനിനെ എനിക്ക് നൽകണം അല്ലാഹ്. വനൂറ സ്വദിരി, എൻ്റെ ഹൃദയത്തിന്റെ പ്രകാശം ഈ ഖുർആനാക്കണം അല്ലാഹ്. വജലാ ഹുസ്നി, എൻ്റെ ദുഃഖങ്ങളെല്ലാം മാറാനുള്ള കാരണമായി ഈ ഖുർആനിനെ നൽകണം അല്ലാഹ്. വജലാ ഹുസ്നി വദഹാബ ഹമ്മി, എൻ്റെ എല്ലാ മനോവിഷമങ്ങളും മാറ്റുന്നതാക്കി ഈ ഗ്രന്ഥത്തെ എനിക്ക് നൽകണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നമ്മൾ ഇരുന്ന് നല്ലോണം ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ. നന്നായി അർത്ഥമറിഞ്ഞ് ചിന്തിച്ച് ആശയം കണ്ടെത്തി പഠിക്കാൻ എത്ര സൗകര്യങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. QVP എന്ന ഖുർആൻ വിജ്ഞാന പരീക്ഷ എല്ലാ റമദാനിലും നടത്തിക്കൊണ്ടിരിക്കാറുണ്ട്. ഇപ്രാവശ്യം സൂറത്തു നംലിന്റെയും സൂറത്തു ഖസസിന്റെയും ഒക്കെ പാഠഭാഗങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നത് പോലെ കൊടുത്ത്, സിലബസ് കൊടുത്ത് പരീക്ഷ നടത്തിക്കൊണ്ട് ഖുർആൻ പഠനത്തിന് വായിക്കാൻ പ്രേരണ കൊടുക്കുന്നു. നമ്മളത് രജിസ്റ്റർ ചെയ്യണം. ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കാൻ അന്നൂർ എന്ന പേരിൽ ഖുർആൻ ഒരു പഠന സംവിധാനമായി പീസ് റേഡിയോ വഴി നമ്മുടെ മുമ്പിലുണ്ട്. എന്തിന്? ദൂരദിക്കുകൾ യാത്ര പോകേണ്ടതില്ലാതെ ഈ പള്ളിയുടെ തൊട്ടു താഴെ എല്ലാ ശനിയാഴ്ചകളിലും പുരുഷന്മാർക്ക് വേണ്ടി ക്ലാസ് നടക്കുന്നു. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് വിശ്വാസികളുടെ മനസ്സിനോട് ചോദിക്കുക, ഈ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ എപ്പോഴെങ്കിലും ഒരു അരമണിക്കൂർ അള്ളാഹു നമ്മളോട് സംസാരിച്ച കലാമ് കേൾക്കാനെങ്കിലും, അധികമൊന്നും വേണ്ട, ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയെങ്കിലും ഒരു സമയം നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കൊടുത്തിട്ടുണ്ടോ? എന്നിട്ട് നമ്മൾ പറയുന്നു ഞാൻ ഖുർആന്റെ ആളാണ്. ശരിക്കും നമ്മൾ നമ്മുടെ മനസ്സിനെ ഊതി പഠിപ്പിക്കുക, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്. മൂന്നാമത്തേത്, പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട യഥാർത്ഥ പാരായണം. അല്ലദീന ആതൈനാഹുമുൽ കിതാബ്, അവർക്ക് നാം വേദഗ്രന്ഥം കൊടുത്തു. യത്ലൂനഹു, അവർ പാരായണം ചെയ്യും. ഹഖ്ഖ തിലാവതിഹി, യഥാർത്ഥ രൂപത്തിൽ അവർ പാരായണം ചെയ്യും. ഉലൈക യുഅ്മിനൂന ബിഹി, പാരായണം ചെയ്യുന്ന കാര്യത്തിലുള്ളതൊക്കെ അവർ വിശ്വസിക്കുന്നവർ, അംഗീകരിക്കുന്നവരാണ്. എന്താ യഥാർത്ഥ പാരായണം എന്ന് പറഞ്ഞാൽ? ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സഹാബിമാർക്കിടയിൽ ഏറ്റവും ഖുർആനികമായി വിശദീകരണം അറിയുന്ന സഹാബിയാണ്. അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, യഖറഊനഹു, അവർ ഖുർആനിനെ പാരായണം ചെയ്യും. കമാ ഉൻസിൽ, എങ്ങനെയാണോ അല്ലാഹ് അവതരിപ്പിച്ചു തന്നതെങ്കിൽ അതുപോലെ. വലാ യുഹർരിഫൂന, അതിൽ മാറ്റത്തിരുത്തൽ വരുത്തൂല. ഖുർആൻ ദുർവ്യാഖ്യാനിക്കൂല, ഖുർആനെ വളച്ചൊടിക്കൂല. നമ്മുടെ കാലഘട്ടത്തിൽ വിവരമുണ്ട്, ഭയങ്കര പാണ്ഡിത്യമുണ്ട്, ബിരുദമുണ്ട് എന്ന് വിചാരിക്കുന്ന പണ്ഡിതന്മാരാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തെടുത്തിട്ട് ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരാണ്.
ഖുർആനിലെ ആയത്തെടുത്തിട്ടാ പറയണത്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ ആയത്തുണ്ട് എന്ന് പറയുന്നത് പുരോഹിതന്മാർ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സ്ത്രീധനം പേടിച്ച് തിന്നാനും കഴിക്കാനും ഒരു കുഴപ്പമില്ല എന്ന് അവർ എടുത്തു തെളിവ് പറയുന്നത് ഖുർആനിൽ ആയത്താണ്. ജാറം മൂടാൻ ഖുർആനിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞ് ആയത്താണ് ഓതുന്നത്. എന്തായത്താ? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഷർട്ട് എടുത്തിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്ത് തടവി കൊടുത്തു. ഇതെന്തിന് തെളിവാണ്? മരിച്ചോല ജാറം പൊന്തിച്ചുയർത്ത് മൂടിപ്പൊതക്കാനുള്ള തെളിവാണ് എന്ന് പച്ചമലയാളത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ ഖുർആനിന്റെ പാരായണം എന്ന് പറഞ്ഞാൽ മാറ്റ തിരുത്തലുകളില്ലാതെ സ്വന്തം വ്യാഖ്യാനങ്ങളില്ലാതെ അതിനെ പകർത്തുന്നയാളാണ്. വയുഹില്ലൂന ഹലാല, അല്ലാഹ് ഹലാലാക്കിയതൊക്കെ ഹലാലാക്കിയവരാണ്. പിന്നെ അതിനൊരു ചൊറിച്ചിലുണ്ടാകാൻ പാടില്ല. അല്ലാഹ് ഹലാലാക്കിയോ അത് ഹലാൽ തന്നെ, അത് നല്ലത് തന്നെ. വയുഹരിമൂന ഹറാമ, അല്ലാഹ് ഹറാമാക്കിയതൊക്കെ ഹറാമാക്കിയവരാണ്. പാരായണത്തിൽ ശരിക്ക് പാരായണം ചെയ്യുന്നവർ. നമ്മളിപ്പോ പലിശനെ പറ്റിയിട്ട് ആയത്തൊക്കെ ഓതി പോകുന്നുണ്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് എല്ലാ പലിശയിലും പോയി മേടിക്കുന്നുണ്ട്. നമ്മൾ യഥാർത്ഥ പാരായണക്കാരല്ല. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് എന്ന് തുടങ്ങുന്ന ആയത്ത് മദ്യം നിങ്ങൾക്ക് പറ്റൂല. റമദാനിൽ മാത്രമല്ല എന്നും നമുക്ക് പറ്റാത്തതാണ്. വൽ മൈസിർ, ചൂതാട്ടം നമുക്ക് പറ്റൂല. പിന്നെ എങ്ങനെ ലോട്ടറി കച്ചവടത്തിന് പോകാൻ പറ്റും? പിന്നെ ലോട്ടറി മേടിച്ചു കൂട്ടാൻ നമുക്ക് എങ്ങനെ പറ്റും? അതാണ് ഹറാം പറഞ്ഞാൽ ഹറാമായി കാണും. വലഹ്മൽ ഖിൻസീർ, പന്നിമാംസം ഹറാമാന്ന് പറഞ്ഞതാ. വരിബാ, പലിശ ഹറാമാന്ന് പറഞ്ഞതാണ്, അത് ഹറാം തന്നെയാണ്. വസ്സിനാ, വ്യഭിചാരം ഹറാം എന്ന് പറഞ്ഞതാണ്, അത് ഏത് നിലക്ക് വന്നാലും അതിൽ പെട്ടതാണ്. വഖത്ലുൻ നഫ്സി, അതുപോലെ മനുഷ്യരെ കൊല്ലുന്നത് ഹറാമാക്കിയതാണ്. വല്ലുൽമ, അക്രമങ്ങൾ ഹറാമാക്കിയതാണ്. ഹറാം എന്ന് പറഞ്ഞ് ഖുർആനിൽ പറഞ്ഞത് മുഴുവൻ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഖുർആൻ ഓതുന്ന ആളായി മാറിയിട്ടുള്ളൂ. എന്നാൽ എത്ര ഫദ്ല് പറഞ്ഞു കൊടുത്താലും, എത്ര വയത് കേട്ടാലും, ഇതിന്റെ മഹത്വവും ഇതിന്റെ പ്രതിഫലം എത്ര പറഞ്ഞു കൊടുത്താലും, ചില മനുഷ്യരുണ്ട് അവരെ നാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടും. ആ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിലപിച്ച് സങ്കടത്തോടെ പറയും, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. റസൂൽ വന്ന് പരലോകത്ത് വന്ന് സംസാരിക്കുകയാണ്, റബ്ബേ എന്റെ ഖൗമിൽപ്പെട്ട ഈ മനുഷ്യന്മാർ ഈ ഖുർആനിനെ തള്ളിക്കളഞ്ഞല്ലോ, ഖുർആനിനെ അവർ മാനിച്ചില്ല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഓതൂല, പഠിക്കൂല, ഹിഫ്ളാക്കൂല, ചിന്തിക്കൂല, പ്രവർത്തിക്കൂല, പ്രചരിപ്പിക്കൂല, ഒരു ബന്ധം ഖുർആനുമായി ഇല്ലാത്ത മനുഷ്യരുണ്ടല്ലോ, അവരിതിനെ തള്ളിക്കളഞ്ഞല്ലോ എന്ന് വിലപിച്ചുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന രംഗം ഇന്ന് നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ അവിടെയാണോ എൻ്റെ സ്ഥാനം എന്ന് നല്ലോണം നമ്മൾ ചിന്തിക്കുക. നമ്മൾ ഇത്രമാത്രം പുരോഗതിപ്പെട്ട സൗകര്യങ്ങളുള്ള, വീട്ടിലിരുന്ന് ആശ്വാസത്തോടെ ദീന് പഠിക്കാൻ, ഖുർആൻ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഇതില്ലാത്ത കാലത്ത് മനുഷ്യർ എങ്ങനെയായിരുന്നു? മഹാനായ ഇമാം സുഫിയാനു സൗരി, ആരാ? താബിഈ താബിഈൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഹിജ്റ 161 മരണപ്പെട്ട കൂഫയിലെ പ്രസിദ്ധനായ ഫഖീഹി പണ്ഡിതനായ മുഫസ്സിറായ മുഹദ്ദിസായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി പറയാ, ഇദാ ദഖല റമദാൻ മാസം വന്നാൽ തറക ജമീഅൽ ഇബാദ, മറ്റു ആരാധനാ കർമ്മങ്ങളൊക്കെ തൽക്കാലം അങ്ങോട്ട് മാറ്റിവെക്കും. വഅഖ്ബല അലാ ഖിറാഅത്തിൽ ഖുർആൻ, എന്നിട്ട് ഖുർആൻ പാരായണത്തിലേക്ക് മുഴുകും. നമ്മൾ കച്ചവടം എങ്ങനെ പുഷ്ടിപ്പെടുത്താന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ചിന്തിക്കണം, മറ്റു ഇബാദത്തുകൾ വരെ മാറ്റിവെച്ച് കൂടുതൽ സമയം എത്ര ഖുർആൻ ഓതാൻ പറ്റുമെന്നവർ ചിന്തിക്കുമായിരുന്നു. ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി റമദാൻ അല്ലാത്ത സമയത്ത് യഖ്തിമുൽ ഖുർആന ഫി 7 ദിവസം കൊണ്ട് ഖുർആൻ ഖത്മ് ചെയ്തിരുന്നു. 7 ദിവസം കൊണ്ട്. റമദാനാണെങ്കിൽ ഫി 3 ദിവസം കൊണ്ട് ഖത്മ് ചെയ്യാൻ നോക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ മനസ്സ് നമ്മളോട് പറയണേ, ഓൾക്കൊന്നും വേറെ പണിയില്ല, നമുക്ക് ഒരുപാട് പണിയുണ്ട്. നമ്മൾ നമ്മളെക്കുറിച്ച് കൊച്ചാക്കാൻ, നമ്മൾ നമ്മളെക്കുറിച്ച് തരം താഴ്ത്തുകയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് ആരാ? മുവത്ത എഴുതിയ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് പറയാം, റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ മദീന പള്ളിയിൽ ഒരു ദർസ് ഉണ്ടാവാറുണ്ട്, ഹദീസ് ക്ലാസ് ആണ്. റമദാൻ വന്നാൽ ഹദീസ് ക്ലാസുകൾ അവസാനിപ്പിച്ച് ഖുർആൻ പാരായണത്തിലേക്ക് പോകുമായിരുന്നു. നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞോ? നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം തൽക്കാലം വേണ്ടെന്ന് വെക്കാൻ കഴിഞ്ഞോ? വേണ്ടാത്ത ഗ്രൂപ്പുകളോട് നോ പറയാൻ കഴിഞ്ഞോ? അതിനുപോലും നമുക്ക് സാധ്യതയില്ലെങ്കിൽ സ്വന്തം ദീന് പഠിപ്പിക്കുന്ന ഹദീസിന്റെ വിജ്ഞാന ശാഖകൾ മാറ്റിവെച്ചിരുന്നുവെങ്കിൽ നമ്മൾ എത്ര പിറകിലാണെന്നൊന്നുകൂടെ ചിന്തിച്ചു നോക്കുക. ഹിഫ്ളാക്കുന്ന ദുനിയാവിൽ വെച്ച് എത്ര ആയത്ത് ഹിഫ്ളാക്കിയോ അത്ര മുകളിലാണ് സ്വർഗത്തിൽ അയാളുടെ സ്ഥാനമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിന്റെ ശ്രേഷ്ഠത രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ജീവിതത്തിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്കിടയിൽ നീ മധുരം കണ്ടെത്താൻ, ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ 3 കാര്യങ്ങൾ ഉപയോഗിച്ചോ. ആരാ പറയുന്നത്? 300
നബിമാരെ കണ്ട് ദീന് പഠിച്ച ഹസനുൽ ബസരി തങ്ങളാ പറയുന്നത്, തഫഖദുൽ ഹലാവത ഫീ സലാസ്, 3 കാര്യങ്ങളിൽ നീ മധുരം കണ്ടെത്താൻ ശ്രമിച്ചോ, ആസ്വാദനം കണ്ടെത്താൻ നോക്കിക്കോ. മദ്യമല്ല, കഞ്ചാവല്ല, മ്യൂസിക് അല്ല, DJ പാർട്ടികളല്ല. സുഹൃത്തുക്കളെ, മധുരം നിനക്ക് ലഭിക്കാൻ പറ്റുന്ന 3 വഴി സ്വലാത്ത്, 1 നിസ്കാരങ്ങളിലൂടെയാണ്. വെറുപ്പില്ലാതെ മുഷിപ്പില്ലാതെ എത്ര പേര് ജമാഅത്തായിട്ട് തറാവീഹ് നമസ്കരിക്കുന്നുണ്ട്? നിസ്കാരത്തിലൂടെ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുക. വഫി ദിക്രി, അല്ലാഹുവിലുള്ള ദിക്റുകൾ ചൊല്ലിയിട്ട് നീ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുക. വഫി തിലാവ, ഖുർആൻ ഓതിയിട്ട് നീ മധുരം കണ്ടെത്തി ആസ്വദിക്കാൻ ശ്രമിക്കുക. ഇനിയും എത്ര സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം ഒരിക്കൽ സങ്കടത്തോടെ പറയുകയാണ്, ഇന്നി ലഅക്റഹു യൗമാ, ഇന്നി ലഅക്റഹു അൻ യഅതി അലയ്യ യൗമുൻ ലാ അൻദുറു ഫീഹി ഇലാ അഹദില്ലാ. അള്ളാന്റെ കിതാബിലേക്ക് തുറന്നു നോക്കാത്ത ഒരു ദിവസമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ജീവിതം. നമുക്ക് എന്തെങ്കിലും ഖുർആൻ ഓതാത്തതിന്റെ പേരിൽ ഒരു ചെറിയ സങ്കടം വന്നിട്ടുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമുണ്ടാക്കുന്ന ദിവസം ഏതാണെന്നറിയോ? ഒരു പേജ് ഖുർആൻ ഓതാത്ത ദിവസമാണ്. ഞാനത് വീണ്ടും പറയാണ്, റമദാൻ വന്നെത്തിയിട്ട് പോലും ഈ നന്മ പഠിക്കാത്ത ശീലിക്കാത്തവരാരെങ്കിലും ഒരാളുണ്ടെങ്കിൽ, ചെറുപ്പക്കാരെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, എല്ലാം പറയാം. പരീക്ഷയുണ്ടാകാം, തിരക്കുകളുണ്ടാകാം, രാഷ്ട്രീയ തിരക്കുകളുണ്ടാകാം, കച്ചവട തിരക്കുണ്ടാകാം, എന്തൊക്കെ പറയാനുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെക്കാവുന്നതേ ഉള്ളൂ. ഇതതിനേക്കാൾ വിലപിടിച്ചതാണ്. ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ സലാസ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയും, എനിക്ക് ദുനിയാവിൽ 3 കാര്യങ്ങളാണ് ഇഷ്ടമുള്ളത്. ആലോചിക്കൂ. 1, ഇശ്ബാഉൽ ജീആൻ, പാവപ്പെട്ടവന്റെ, വിശക്കുന്നവന്റെ വിശപ്പ് മാറ്റി കൊടുക്കലാണ് എനിക്കിഷ്ടം. ഒരു നോമ്പുതുറയുടെ കിറ്റിന് 1500 കൊടുത്തൊരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു ഇഫ്താർ കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഇഷ്ടം ഉണ്ടാവണം. 2, വകസുവത്തുൽ ഇരിയാനി, വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുന്നവന് ഒരു ഷർട്ട് കൊടുക്കാൻ. പുതിയതാവണമെന്നില്ല, ഉപയോഗിക്കാൻ കൊള്ളാവുന്ന വസ്ത്രമില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് വസ്ത്രം ധരിപ്പിക്കലാണ് എനിക്ക് ദുനിയാവിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഈദ് കിസ്വ പോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നുമില്ലെങ്കിലും നമ്മുടെയൊക്കെ വീട്ടിൽ പോയി പരിശോധിച്ച് നോക്കുക. അലമാരകൾക്കുള്ളിൽ ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത, നമുക്ക് സൈസാകാത്തത് കൊണ്ട് മാത്രം മാറ്റിവെച്ച 10-15 ജോഡി ഉണ്ടാകും അതിനുള്ളിൽ. എന്താ കൊടുക്കത്ത്? 3, വതിലാവത്തുൽ ഖുർആൻ, എനിക്ക് ഏറ്റവും ദുനിയാവിൽ ഇഷ്ടമുള്ള കാര്യം ഖുർആൻ ഓതലാണ്. സഹാബത്തിന്റെ മാർഗം അവിടെയാണ്. എങ്കിൽ സഹോദരങ്ങളെ, 1400 കൊല്ലം പഴക്കമുള്ള ഈ ഗ്രന്ഥം മാറ്റിവെച്ച് ഞാൻ മാലയുടെ, മുഹിയുദ്ദീൻ മാലയുടെ, റിഫായി മാലയുടെ, മങ്കൂസ് മൗലിദിന്റെ, ഷറഫുൽ അനാമിന്റെ, ഉത്താറാത്തീബിന്റെ പ്രചാരകനാകുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ കലാമിനേക്കാൾ എന്തു സ്ഥാനമാണ് നമുക്ക് പറയാനുള്ളത്? ഖുത്ബിയ്യത്ത് എന്നറിയപ്പെടുന്ന മുഹിയുദ്ദീൻ ശൈഖിനെ വാഴ്ത്തുന്ന ആ ഗ്രന്ഥത്തിൽ, മുഹിയുദ്ദീൻ ശൈഖിനെ പറ്റി പരാമർശിക്കുന്ന 1000 തവണ വിളിക്കാൻ വേണ്ടി പറയുന്ന ഖുത്ബിയ്യത്തിൽ അത് ചൊല്ലണമെങ്കിലുള്ള നിബന്ധന 12 റക്അത്ത് നമസ്കരിച്ചു വളുവോടെ അതോടെ വേണം അത് ഓതി തുടങ്ങാൻ. അള്ളാന്റെ ഖുർആനിനേക്കാൾ ഖുത്ബിയ്യത്തിന് ലോകത്ത് പ്രചരണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പണ്ഡിതന്മാർ. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, ഞാനും ഈ ഖുർആനും തമ്മിൽ എന്ത് ബന്ധമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്? ഈ റമദാൻ കഴിയുമ്പോൾ എനിക്കൊരു മാറ്റം എൻ്റെ ഹൃദയമായി, എൻ്റെ ജീവനായി എനിക്ക് തുറന്നു നോക്കാതിരിക്കാൻ പറ്റില്ലെന്ന് സ്വമേധയാ ശീലമാക്കേണ്ടുന്ന ഈ അത്ഭുത ഗ്രന്ഥത്തെ അടുത്തറിയാനുള്ള എല്ലാ നന്മകളും ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.